തന്തയും തള്ളയില്ലാത്ത കുട്ടിയാച്ചിട്ട് ഒരുപാടായി ക്ഷമിക്കണു. അച്ഛൻ അധികം ക്ഷമിക്കണോണ്ട് തന്നെയാ ചെക്കൻ ഇങ്ങനെ തെമ്മാടിത്തരം കാട്ടണേ. അമ്മേ, ഉണ്ണിയേട്ടൻ സ്കൂളിലും തരം കിട്ടുമ്പോഴൊക്കെ എന്നെ വീർത്തി കാട്ടാറുണ്ട്. ഇന്നാളുടെ തലയ്ക്കൊരു കൊത്ത്. നിന്റെ പഠിപ്പ് തകരാറാവണ്ടെന്ന് വിചാരിച്ചാ ഞാനിവിടെ കിടക്കണേ. ക്വാർട്ടേഴ്സ് കിട്ടിയപ്പോ തൊട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. ഇതൊരു തലയിലെഴുത്ത. അല്ല, ആ അടയ്ക്കാക്കാരന്റെ അടുത്ത് ഒന്നുകൂടി പോയി നോക്കണോ? അതൊക്കെ ദേവിയോട് ചോദിച്ചോളൂ. എടാ വാടാ. അരുതേ എടാ, നിന്നെ തല്ലിയിട്ടെന്താ? എന്റെ കൈ കേടുവരാന്നല്ലാണ്ട് പോ എന്റെ മുമ്പിന്ന്. മോനെ, ഇനി എന്തെങ്കിലും വേണോ? മോനെ, അതിലൊന്നും ബാക്കി വെക്കണ്ട, മുഴുവൻ ഇരുന്ന് കഴിച്ചോളൂ. മതി. ആ, നെയ്യും പരിപ്പും ഇലയിലാക്കി വെച്ചിട്ടുണ്ട്. അടിയിലത്തെ തട്ടിൽ ചീരയുടെ ഇലയുടെ കൂട്ടാനാ. ഒന്നും ബാക്കിയാക്കാതെ സാവധാനത്തില് മുഴുവൻ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അല്ല, ഞാൻ നോക്കാറുണ്ട്, ഒന്നും ബാക്കിയാവില്ല. എന്ത് കഴിച്ചിട്ടെന്താ? ദേഹം നന്നാവണില്ല. പോരാ. ഓ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ തടി കെട്ടാ പോരാ. നാണിയമ്മ, ഇതൊന്ന് വെയിലത്തിടായിരുന്നില്ലേ? ഈറം മാറണം. ഞാനത് മറന്നു കുട്ടിയെ. ഒരു ദോശയും 2 കഷ്ണം റൊട്ടിയുണ്ട്, തരട്ടെ? അവന്റെ ഇച്ചലല്ലേ, ആർക്കാച്ച കൊടുത്തോളൂ. സുഖോടില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ നടന്നു പോയില്ലായിരുന്നു. തെറ്റൊന്നുമില്ല, എല്ലാ കുട്ടികളും നടന്നിട്ട് തന്നെയാ പോണേ. രവിയുടെ അച്ഛനെ പോലെ എനിക്ക് കൈപ്പുണ്യൊന്നുമില്ല, അതുകൊണ്ട് വണ്ടി ഇടയ്ക്ക് നിൽക്കും. അതെ ഉണ്ണിയേട്ടൻ വരുന്നത്. ഉണ്ണികൃഷ്ണ, എല്ലാവരും കൂടി ഒന്ന് കൈവച്ചേ. ഇറങ്ങി തള്ളടൂ. ഞങ്ങളുണ്ട്. അമ്മ ചീത്ത പറയും. വിട്ടോളും. എടോ, വഴിക്ക് ഇനി നിന്നാ തള്ളാൻ ആളുണ്ട്. വിട്ടു നിൽക്കും. ഒരു ദിവസം കയറ്റിയാൽ പിന്നെ അതൊരു ദുശീലാവും. ഉണ്ണിയേട്ടൻ വിടുന്നുണ്ടോ? ചിലപ്പോ നേരെ നിങ്ങൾ എത്ര മുമ്പ് ഞങ്ങൾ എത്തും. പന്തയുണ്ടോ? അല്ല, എന്താ ഉണ്ണീഷം പറഞ്ഞേ? പന്തയോ? ഞാൻ പന്തയത്തിനൊന്നുമില്ല. രവി, ബെറ്റുണ്ടോ? വാ, നമുക്ക് പോകാം. എന്താ ഇപ്പൊ പറ്റിയത്? ഇടങ്ങിയറായോ? അതോ ഇടങ്ങിയറാക്കിയല്ലേ? മണ്ണാൻ കട്ടി. വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. ആ വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കൾ സൂക്ഷിച്ചു. ഇന്നെന്താണാവോ വിശേഷം? ക്യാപ്റ്റൻ തിരിച്ചെടുത്തു. പിന്നെന്തിനാ സമരം? വിദ്യാഘോഷം. ആ വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കൾ സൂക്ഷിച്ചോ. പെൺകുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളി ഉഷാറാക്കണം. മേസ്തിരോട് നല്ല നാല് മുദ്രാക്കി എടുത്താലും പറയടാ. വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. മാഷന്മാരും പെൺകുട്ടികളും വരുമ്പോൾ ഞമ്മക്ക് വിറപ്പിക്കണം. ഇന്ന് വേണ്ട, അടുത്ത നമുക്കൊരു സമരം ഉണ്ടാക്കാം. വഴിയുണ്ട്, പാടോ. വാടോ ഉണ്ണി, വാന്നേ. മേസ്തിയുടെ കടയിൽ നല്ല സ്വറയാണ്. വാന്ന്. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. വലിക്കൻ മേസ്ത്രി.
വിജയാഘോഷത്തിന് ഒരു സിഗരറ്റ് ഒന്നും പോരടോ ഗോപിയെ. ആ എന്നാ വരി. ചായ. ക്യാപ്റ്റാ, ഒരാഴ്ച ജോലിയായി. ഇനിയിപ്പോ എന്തേ നമുക്കൊരു സമരം ഉണ്ടാവുക? ബസ് ചാർജ് കുറയ്ക്കാൻ സമരമാവാം. വടക്കാഞ്ചേരിയിൽ ഒരു കുട്ടി മരിച്ച ന്യൂസ് കണ്ടോ? അവിടെ സാധനം നമുക്ക് ഇവിടെ ഒന്ന് തുടങ്ങാം. പേപ്പറിലുണ്ട്. കുത്തിക്കൊന്നതാ. നിർവീര്യമായ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് വിദ്യാർത്ഥി സഹാക്കൾ രക്തസാക്ഷികളാകുന്നു. എങ്ങനെ നിർവീര്യം എന്ന് പറയല്ലേ മേസ്ത്രി? ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞപ്പോൾ പകരം വന്ന ചാമ്പ്യന്റെ പാട് എന്റെ അല്ലോ പുറത്തിപ്പോഴും ഉണ്ട്. അറിയോ, നാരായണൻ നായർ മാഷ്ക്ക് മാറ്റാണ്. പകരം വരുന്ന ടീച്ചറാ. ആമ്യം കോഴിനാരുടെ മകളാ അമ്മിണി. എനിക്കറിയാം. നമുക്ക് ടീച്ചർ മതിന്ന് ഒരു നിവേദനം കൊടുക്കാം. ഗോപിയെ, ആ ബെൻസ് വരുന്നുണ്ട്. ഹൈ, 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 ഹൈ. ഉണ്ണിയെന്നെ കാറ്റിച്ചോട്ട് മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പോടാ. ഇവനാള് മോശമല്ലല്ലേ ക്യാപ്റ്റ? ഈ ചെക്കൻ്റെ എപ്പോഴും കാശുണ്ടാവും. ദുബായ്ക്കാരന്റെ മോനല്ലേ? നീ അവനൊന്ന് വളയ്ക്കാൻ നോക്കടാ ഗോപിയെ. നിന്റെ അനുജനാ? ചെറിയമ്മയുടെ മകനാ. നമ്മള് ലോഹ്യം കൂടാ നോക്കി, പക്ഷേ ചെക്കൻ എടുക്കാത്ത സൈസാ. മര്യാദക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എടുത്ത പൊയ്ക്കോ. 4 അക്ഷരം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടി നടന്നോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാലോ. എന്താ കേളപ്പന്നാര്? ഇതൊക്കെ തന്നെ പഠിക്കലും പഠിപ്പിക്കലും നന്നാകനുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷൊന്ന് കണ്ണുരുട്ടിയാ മതി, മൂത്രം പോവും. കണ്ടില്ലേ? ഇപ്പൊ ഇതൊക്കെ തന്നെ. എന്താ ഇരുന്നുറങ്ങാണോ ഉണ്ണി? എന്തിനാ ഇങ്ങനെ ഓരോ വികൃതിത്തരം കാട്ടാൻ പോണേ? അച്ഛനെ നീ ഇവിടെ എങ്ങനെ കാണാറുണ്ടോ? ഇല്ല. കള്ളും വെള്ളവും കുടിക്കാൻ കാശുണ്ടല്ലോ അയാൾക്ക്. സ്വന്തം മോനല്ലേ, അവൻ എങ്ങനെ കഴിയണു എന്നൊന്ന് അന്വേഷിച്ചൂടെ അയാൾക്ക്? നിന്റെ മുത്തച്ഛൻ ലോകായ ലോകം മുഴുവൻ കേസ് നടത്തുന്ന വീരനല്ലേ? മാസാമാസം നിന്റെ ചെലവിനുള്ള കാശ് കേസ് കൊടുത്ത് കൂട്ടുമ്മേ കയറ്റി വാങ്ങിക്കാൻ തന്തപ്പടിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. മുത്തച്ഛൻ കേക്കണ്ട. മുത്തച്ഛന്റെ ചെവിട് വല്ലാത്ത കിടക്കണോടത്ത് കേക്കും. നാണിയമ്മേ, നാണിയമ്മേ, പണിക്കാരും തള്ള പെറ്റുണ്ടായവര് തന്നെയാണെന്ന വിചാരം ഈ വീട്ടിൽ ഒരാൾക്കേ തോന്നിയിരുന്നുള്ളൂ. നിന്റെ അമ്മയ്ക്ക്. അവള് പോയ പിന്നെ ഒക്കെ കണക്ക് തന്നെ. കിടന്നോ കുട്ടി?